ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൌത്യത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടു. നാളെ സർവകക്ഷി യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗം ചേർന്നു. അതിർത്തി മേഖലകളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി. ഇന്ത്യൻ സായുധസേന വീര്യവും ധൈര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നടപടി സംയമനത്തിന്റേതെന്നും ആക്രമണം അഴിച്ചുവിട്ടാൽ തിരിച്ചടിക്കുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ മോക്ക് ഡ്രിൽ നടന്നത് 126 സ്ഥലങ്ങളിൽ. IPL-ൽ ചെന്നൈക്കെതിരെ കൊൽക്കത്ത ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ട് പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ നിർണായക സൈനിക നടപടിയെക്കുറിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. നിർണായക നീക്കത്തിൽ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ദൌത്യത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. നാളെ രാവിലെ 11 മണിക്ക് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര താവളങ്ങളിലാണ് ഇന്ത്യൻ സേന ഇന്നലെ അർദ്ധരാത്രി 1:05-നും 1:30-നും ഇടയിൽ പ്രത്യാക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഭീകരരുടെ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. പാക് സൈനിക കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യമിട്ടിരുന്നില്ല. ആർമി കേണൽ സോഫിയ ഖുറേഷിയും എയർഫോഴ്സ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഭീകരതയ്ക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകുകയായിരുന്നുവെന്നും പ്രത്യാക്രമണത്തിലൂടെ തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇരുവരും വ്യക്തമാക്കി. India has demonstrated considerable restraint in its response. However, it must be said that the Indian Armed Forces are fully prepared to respond to Pakistani misadventures, if any, that will escalate the situation. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിലും ഷെല്ലാക്രമണത്തിലും 15 പേർ കൊല്ലപ്പെട്ടു. പൂഞ്ച്, ധങ്ധ മേഖലകളിലടക്കം 43 പേർക്ക് പരിക്കേറ്റതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, DGPമാർ, ചീഫ് സെക്രട്ടറിമാർ എന്നിവർ യോഗം ചേർന്നു. ജമ്മുകശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും ലഡാക്ക്, ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ സംയമനം പാലിച്ചായിരുന്നുവെന്നും ഒരുവിധത്തിലും ആക്രമണം അഴിച്ചുവിടാൻ ഉദ്ദേശമില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. എന്നാൽ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിടാൻ തീരുമാനിച്ചാൽ ദൃഢനിശ്ചയത്തോടെ തിരിച്ചടിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ദൌത്യത്തിന് ശേഷം അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്കോ റൂബിയോ, ബ്രിട്ടന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജോനാഥൻ പവൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി സംഭാഷണം നടത്തവെയാണ് ശ്രീ ഡോവൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. സായുധസേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കേന്ദ്രമന്ത്രിമാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പ്രശംസിച്ചു. പഹൽഗാമിൽ നിരവധി സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഹീനമായ പ്രവൃത്തിക്കുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ ലോകം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം പുലർത്തണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യൻ സേനയെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് ഇന്ത്യൻ നയമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, L. മുരുകൻ, മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, MK സ്റ്റാലിൻ, N. ചന്ദ്രബാബു നായിഡു, മമതാ ബാനർജി, നിതീഷ് കുമാർ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരും സൈന്യത്തെ പ്രശംസിച്ചു.
ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതികരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നതകൾ ഉടൻ അവസാനിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സംഘർഷങ്ങൾ ലഘൂകരിക്കാനും UAE അഭ്യർത്ഥിച്ചു. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കി. സ്വയം പ്രതിരോധത്തിനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്താങ്ങുന്നുവെന്ന് ഇന്ത്യയിലെ ഇസ്രയേലി അംബാസഡർ റൂവൻ അസാർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി ആശയവിനിമയം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടന്നതായി ശ്രീ ജയശങ്കർ പിന്നീട് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസ്, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായും ആശയവിനിമയം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തങ്ങളുടെ ശൌര്യവും ധൈര്യവും പ്രകടിപ്പിച്ച നമ്മുടെ സൈന്യം ചരിത്രം രചിച്ചിരിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ 50 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദൌത്യത്തിൽ സായുധസേന കൃത്യതയോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു സാധാരണക്കാരനെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിലൂടെ സായുധസേന സംവേദനക്ഷമത വ്യക്തമാക്കിയതായും മന്ത്രി പറഞ്ഞു. साथियों, भारत की सेना ने सटीकता, सतर्कता और संवेदनशीलता के साथ कार्रवाई की है. हमने जो लक्ष्य तय किए थे उन्हें ठीक समय तय योजना के अनुसार सटीकता से उन्होंने ध्वस्त किया है और किसी भी नागरिक ठिकाने, सिविलियन पॉपुलेशन को जरा भी प्रभावित न होने देने की संवेदनशीलता भी हमारी सेना ने दिखाई है. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി രാജ്യത്ത് ഇന്ന് മോക്ക് ഡ്രിൽ നടന്നു. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള മോക്ക് ഡ്രിൽ കേരളത്തിൽ 126ഓളം സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു. പോലീസ്, ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപിൽ ദുരന്ത നിവാരണ അതോറിറ്റി, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവർ 10 ദ്വീപുകളിലായി നടന്ന മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ അതിർത്തി മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഏത് സാഹചര്യത്തെയും നേരിടാൻ BSF സജ്ജമായിരിക്കുകയാണ്. പാകിസ്ഥാനുമായി പഞ്ചാബ് 553 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. രാജസ്ഥാനിൽ ബിക്കാനീർ, ജോധ്പൂർ, കിഷൻഗഡ്, ജയ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചു. 4 അതിർത്തി ജില്ലകളിലെ സർക്കാർ, സ്വകാര്യ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളും മാറ്റിവച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കുകയും തലസ്ഥാനം വിട്ട് പോകരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ വിമാനത്താവളം അടച്ചതായി വ്യോമസേന അറിയിച്ചു. ശ്രീനഗർ, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലെ വിമാന സർവീസുകൾ നിർത്തിവച്ചതായി എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എയർലൈൻ കമ്പനികൾ വ്യക്തമാക്കി. ഇൻഡോ പാക് അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. ഈ മാസം 25-നാണ് പ്രവീൺ സൂദിന്റെ കാലാവധി അവസാനിക്കുന്നത്. കർണാടക കേഡറിലെ IPS ഉദ്യോഗസ്ഥനാണ് പ്രവീൺ സൂദ്. അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവിന് വത്തിക്കാനിൽ തുടക്കമായി. രാവിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമായിരുന്നു വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ സംഘം സിസ്റ്റിൻ ചാപ്പലിൽ തെരഞ്ഞെടുപ്പിനായി ഒത്തുകൂടിയത്. ഓരോ കർദിനാൾമാർക്കും ഒരാളുടെ പേര് നാമനിർദ്ദേശം ചെയ്യാം. ഇലക്ട്രൽ കോളേജിന്റെ 2/3 അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന കർദിനാൾ സമ്മതിച്ചാൽ അദ്ദേഹമായിരിക്കും അടുത്ത പോപ്പ്. അപ്പോൾ സിസ്റ്റീൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരും. പ്രക്രിയ പരാജയപ്പെട്ടാൽ കറുത്ത പുകയായിരിക്കും ഉയരുക. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. കേരളത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൌത്യത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ടു. നാളെ സർവകക്ഷി യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗം ചേർന്നു. അതിർത്തി മേഖലകളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി.
ഇന്ത്യൻ സായുധ സേന വീര്യവും ധൈര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നടപടി സംയമനത്തിന്റേതെന്നും ആക്രമണം അഴിച്ചുവിട്ടാൽ തിരിച്ചടിക്കുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കേരളത്തിൽ മോക്ക് ഡ്രിൽ നടന്നത് 126 സ്ഥലങ്ങളിൽ. IPL-ൽ ചെന്നൈക്കെതിരെ കൊൽക്കത്ത ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.